വലിയ വിവാദങ്ങൾക്കൊക്കെ ശേഷം ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. സുരേഷ് ഗോപി 600 സ്ത്രീകൾക്കൊപ്പം തൃശൂർ രാഗം തിയേറ്ററിൽ സിനിമ കാണും. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി പതിപ്പുകളിലൂടെയാണ് സിനിമയുടെ റിലീസ്. സൈഫുനിസ അലിയാറുണ്ട് നമുക്കൊപ്പം. സൈഫുനിസ, ഗുഡ് മോർണിംഗ്. അങ്ങനെ വലിയ വിവാദങ്ങൾക്ക് ഒടുവിൽ കോടതിയൊക്കെ ഇടപെട്ട് ഒടുവിൽ പറഞ്ഞ മാറ്റങ്ങളൊക്കെ വരുത്തി ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. തീർച്ചയായും ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. കാരണം ഒരു നിയമ പോരാട്ടത്തിനൊടുവിൽ ഒരു സിനിമ, അതൊരു യുവ സംവിധായകന്റെ ആദ്യ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ആളുടെ ഒരു പ്രവീൺ നാരായണൻ എന്ന് പറയുന്ന സംവിധായകന്റെ 7 വർഷത്തെ പ്രയത്നമാണ്. 2018 തുടങ്ങിയ ആലോചനയും സിനിമയും ഒക്കെ ആയിരുന്നു. പിന്നീട് കോവിഡ് വന്നു. അതിനുശേഷം ചിത്രീകരണം കുറേ ഷെഡ്യൂളുകളായി നീണ്ടുപോകുന്നു. അതിനുശേഷം ഈ സംവിധായകന് നേരിട്ട് ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു സെൻസറിങ്ങിന് വേണ്ടി ഈ സിനിമ സമർപ്പിച്ചപ്പോൾ അതിൽ ഈ സീതയുടെ പുരാണത്തിലെ സീതയുടെ കഥാപാത്രമായ ജാനകി എന്ന കഥാപാത്രത്തെയാണ് ഈ സിനിമയിൽ ആവിഷ്കരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സെൻസർ ബോർഡ് ഈ സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ചത്. പിന്നീട് നിയമ പോരാട്ടങ്ങളായിരുന്നു. ഹൈക്കോടതിയിൽ നിയമ പോരാട്ടങ്ങൾ നടത്തി. ഒടുവിൽ അത് ഫലം കണ്ടു. 96 കട്ട് പറഞ്ഞെടുത്ത് പിന്നീട് 2 ഭാഗങ്ങളിൽ മാത്രമായി കട്ട്. അത് സിനിമയിൽ 7 ഇടത്ത് ജാനകി എന്ന പേര് മ്യൂട്ട് ചെയ്തുകൊണ്ട് ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നുവെങ്കിൽ പോലും ഈ ജാനകിയായി തന്നെ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നു എന്നുള്ളൊരു സന്തോഷകരമായ കാര്യമാണ്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പേര് മാറ്റി ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പേരിലാണ് ഇന്ന് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. സിനിമയുടെ പ്രധാന നടനായ സുരേഷ് ഗോപി അടക്കമുള്ള സംവിധായകനടക്കമുള്ള സിനിമയുടെ മുഴുവൻ ക്രൂവും തൃശ്ശൂരിലാണ് സിനിമ കാണുന്നത്. തൃശ്ശൂർ രാഗം തിയേറ്ററിൽ രാവിലെ ആണ് ചിത്രം കാണുന്നത്. 600 സ്ത്രീകൾക്കൊപ്പമാണ് സുരേഷ് ഗോപി ചിത്രം കാണുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഇത് സ്ത്രീകളുടെ കഥയാണ്, സ്ത്രീകളുടെ പോരാട്ടത്തിൻ്റെ ഒരു കഥയാണ്. അതുകൊണ്ട് തന്നെ 600 സ്ത്രീകൾക്കൊപ്പം ആണ് ഈ രാഗം തിയേറ്റർ ഉടമകൾ തന്നെയാണ് ഇത് ഇങ്ങനെ ഒരു ഷോ തീരുമാനിച്ചിരിക്കുന്നത്. രാവിലെ 10 മണിക്ക് ഷോ ആരംഭിക്കും. എന്തായാലും അതിനുശേഷം ഒരു പ്രതികരണം ഈ വിവാദങ്ങളിലെല്ലാം തന്നെ കേന്ദ്രമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൊച്ചിയിൽ ആസിഫ് അലിയും ചിത്രം കാണാൻ എത്തുമെന്നാണ് അറിയുന്നത്. കാരണം ആസിഫ് അലിയുടെ സഹോദരൻ അഷ്കർ അലിയും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ ആസിഫ് അലി കൊച്ചിയിൽ സിനിമ കാണുമെന്നാണ് അറിയുന്നത്. എന്തായാലും പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം വേൾഡ് വൈഡ് റിലീസായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. പിന്നെ ജൂൺ 27-ന് പ്രദർശനാനുമതി നിഷേധിച്ചതോടെയാണ് സിനിമ കോടതി കയറേണ്ടി വന്നത്. ഇപ്പോഴും ലോകത്താകമാനമുള്ള തിയേറ്ററുകളിലാണ്, ഗൾഫ് രാജ്യങ്ങളിലടക്കമാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഓക്കെ ശരി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പറഞ്ഞ പോലെ തന്നെ ഒരു സിനിമ റിലീസ് ചെയ്ത് വരുമ്പോഴത്തേക്കും അത് ഒരു സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. കാരണം മാത്രമല്ല ഇത്രയും വലിയ നിയമ പോരാട്ടങ്ങൾക്കൊക്കെ ശേഷം ഒരാളുടെ ഈ സിനിമ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഓരോ മനുഷ്യരുടെ എന്തുമാത്രം സ്വപ്നങ്ങളായിരിക്കും അല്ലേ. എത്ര കാലം അവർ അതിനുവേണ്ടി ചെലവഴിക്കണം. ഒരു തോട്ടുണ്ടായി അതിനെ പിന്നീട് ഒരു കഥയാക്കി വന്ന് പിന്നെ അതിനെ സീനുകളാക്കി പിന്നീട് ഒരു വലിയൊരു കൂട്ടായ്മയോടെ എത്രയെങ്കിലും നാളത്തെ സ്വപ്നവും പരിശ്രമവും ഒക്കെയാണ് ഓരോ സിനിമകളും. അപ്പം ആ സിനിമകളൊക്കെ തിയേറ്ററുകളിലേക്ക് വരുന്നു എന്ന് പറയുമ്പോഴത്തേനും അവർക്കും നമുക്കും ഒക്കെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്.